ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? എങ്ങനെയുണ്ട്? വീഡിയോസൊക്കെ കാണുന്നുണ്ട് എല്ലാവരും? ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് ഐറ്റം ആയിട്ടാണ്. ചെമ്മീനാണ് ഇന്നത്തെ ഐറ്റം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെമ്മീൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഗ്രിൽഡ് പ്രോൺസ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ലിങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിഴിയാണ്, ചെമ്മീൻ കിഴി. അതാണ് ഇന്നത്തെ ഐറ്റം. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളതും എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ആ ചെമ്മീനിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാൻ പോവാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനിന് വേവ് കുറവാണ്, അതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് നേരം മാത്രം ഒന്ന് വേവിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വാരിയെടുക്കണം. ഒരുപാട് നേരം വെക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെമ്മീനായിട്ടുണ്ട്, ഞാനിത് ഇങ്ങോട്ട് വാരുകയാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ആദ്യം സവാള, ഒരു വലിയ സവാള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത് വഴറ്റിയെടുക്കാം. ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. പിന്നെ അതിനകത്തേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനുശേഷം ഒരു 4 പച്ചമുളകും 1 തക്കാളി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം വീണ്ടും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും ആഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മസാല ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു ഇത്തിരി നാരങ്ങാനീര്, ഒരു 1/2 സ്പൂൺ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, 1/4 ഗ്ലാസ് മാത്രം ഒഴിച്ചാൽ മതി. അതിൻ്റെ ഗ്രേവിക്ക് നല്ലോണം മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 4 മിനിറ്റ് നേരം, അധികം നേരം വേണ്ട, 4 മിനിറ്റ് നേരം മാത്രം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കിഴിയിലേക്ക് മാറ്റാൻ പോവാണ്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് 2 ഇല നന്നായി വാട്ടിയെടുക്കണം. വാഴയില നന്നായി വാട്ടിയെടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. എന്നിട്ട് ഏറ്റവും താഴെ 2 വാഴയില എടുക്കാൻ വേണം. ഏറ്റവും താഴെയായിട്ട് തക്കാളിയും ഉള്ളിയും കൂടെ ഇതുപോലെ ലെയറാക്കി വെക്കുക. അതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ കൂടുതൽ ലെയറായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ തക്കാളി സവാള എടുത്തിട്ട് ലെയർ വെക്കണം. എന്നിട്ട് ഇത് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഒരു വാഴനാരങ്ങാൻ എടുത്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. 2 വാഴയില എടുത്തിട്ടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വാഴയില നന്നായി വാട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ആവി കയറ്റാൻ പോകുന്നത്. ഇഡ്ഡലി തട്ടിൽ വെച്ച് അടച്ച് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നേരത്തേക്ക് ആവി കയറ്റിയെടുക്കുക. ആവി വന്നതിന് ശേഷം 3-4 മിനിറ്റ് പറഞ്ഞത്. നമ്മുടെ ചെമ്മീൻ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് തുറന്നു നോക്കാം. ഇതിൻ്റെ കെട്ട് കട്ട് ചെയ്ത് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ ഒരു മണം കെട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്താ അതിൻ്റെ ടേസ്റ്റ്, ആ സ്മെല്ലിൽ തന്നെ നമുക്ക് കിട്ടും. നല്ല ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ മിക്സായിട്ട് ആ ആവിയും കൂടെ കയറി കഴിഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റ് സൂപ്പറാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ചെമ്മീൻ കിഴി? ഇഷ്ടമായി എല്ലാവർക്കും? നല്ല എളുപ്പം ഉണ്ടാക്കിയേക്കാം, അധികം സമയമൊന്നും വേണ്ട. കാരണം ചെമ്മീൻ അത്രയ്ക്ക് വേവൊന്നുമില്ല. ഒരുപാട് നേരം വേവിച്ചിട്ട് അത് റബ്ബർ പോലെ ആയി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, കുറച്ച് മാത്രം വേവിച്ചാൽ മതി.
അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ചെമ്മീൻ കിഴി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോസിനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഇനിയും വരുന്നവരെ ഞാൻ ഡെസ്റ്റിനി മനോജ് കുമാർ സൈനിങ് ഓഫ്.